രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ചതിനെ എതിർത്ത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. രാഷ്ട്രപതിയുടെ അധികാരത്തിലുള്ള കൈകടത്തലെന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകി. ഭരണഘടനയുടെ 142 അനുച്ഛേദം ഇങ്ങനൊരു അധികാരം കോടതിക്ക് നൽകുന്നില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. ആർ അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഇതൊരു അമിതാധികാര പ്രയോഗം എന്ന തരത്തിലേക്കാണോ കേന്ദ്രം ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നത്? അനുജ, ഈ മാസം 19-ാം തീയതി പ്രസിഡന്റ് റഫറൻസിന്മേൽ വാദം കേൾക്കാൻ ആരംഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കേന്ദ്രം മറുപടി നൽകിയിരിക്കുന്നത്. അതിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ചതിനെ എതിർത്തുകൊണ്ടാണ് കേന്ദ്രം മറുപടി നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ അധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് ഈ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് എന്നാണ് കേന്ദ്രം ഈ മറുപടിയിൽ പറയുന്നത്. ഭരണഘടനയുടെ 142-ാം അനുച്ഛേദം ഇങ്ങനെയൊരു അധികാരം കോടതിക്ക് നൽകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഭരണഘടനയുടെ 142-ാം അനുച്ഛേദം പൊതുവെ സുപ്രീം കോടതിക്ക് ഒരു പ്രത്യേക അധികാരം നൽകുന്നതാണ്. അതായത് സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാൻ ചില കാര്യങ്ങളിൽ സുപ്രീം കോടതിക്ക് ഇടപെടാൻ കഴിയും. അയോധ്യ ഉൾപ്പെടെയുള്ള കേസുകളിൽ ഈ 142 ആർട്ടിക്കിൾ ഉപയോഗിച്ചതുമാണ്. പക്ഷേ അതിവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. അത് ഇത്തരമൊരു അധികാരം സുപ്രീം കോടതിക്ക് നൽകുന്നില്ല എന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അമിതാധികാര പ്രയോഗമായി ഇത് വ്യാഖ്യാനിക്കാം എന്നുകൂടിയാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ പ്രസിഡന്റ് റഫറൻസ്, അതായത് രാഷ്ട്രപതി തന്നെ ഈ വിധിക്കെതിരെ ഒരു റഫറൻസ് നൽകിയിരുന്നു. അതിൽ പറയുന്നത് രാഷ്ട്രപതിക്കും ഗവർണർക്കും ഈ ബില്ലുകളിൽ ഒപ്പിടാനുള്ള സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല. അത്തരമൊരു സാധ്യത ഭരണഘടന നിർവചിക്കുന്നില്ല എന്നായിരുന്നു റഫറൻസിലൂടെ രാഷ്ട്രപതിയും ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അതിനെ എതിർത്തുകൊണ്ട്, റഫറൻസിനെ എതിർത്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയുമുണ്ടായി. എന്തായാലും വിശദമായ വാദം സുപ്രീം കോടതി ഈ വിഷയത്തിൽ കേൾക്കാൻ ഒരുങ്ങുന്നതിന് മുൻപാണ് നിലവിൽ കേന്ദ്രം ഇക്കാര്യത്തിലൊരു നിലപാട് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ശരി, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.